ലത, മറ്റൊരു ദിവസം, മറ്റൊരു ബാച്ച്. അടുപ്പ് കത്തിക്കാൻ മാത്രം മതി. ലത, 2 സമൂസകൾ ദയവായി നല്ല മുരിഞ്ഞതായിരിക്കണം. ലത, തീർച്ചയായും സർ, നിങ്ങൾക്കായി ഏറ്റവും മുരിഞ്ഞത്. ശുഭദിനം. ലത, നിങ്ങൾക്കും. ലത, അയ്യോ വേണ്ട, വീണ്ടും. കിരൺ, ഭക്ഷണം, സമൂസ്, ഇപ്പോൾ. ലത, കിരൺ, എനിക്കിത് വിൽക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് പണം വേണം. കിരൺ, വിൽക്കുകയോ? വേണ്ട, തരൂ, എന്റേതാണ്. ലത, ശരി, ഒന്നെടുത്തോളൂ. കിരൺ, നിനക്ക് ദുഃഖമറിയേണ്ടി വരും. നിന്റെ നിഴലുപോലെ ഇരുട്ട് നിന്നെ പിന്തുടരും. ശാപം. ലത, പൊയ്ക്കോളൂ, പോകൂ. ഞാൻ ദുഃഖം അറിഞ്ഞു കഴിഞ്ഞു. നീ എവിടെയാണ് വിനു? ലത, എല്ലാ ദിവസവും അവൻ എന്റെ ലാഭമെടുക്കുകയും അവന്റെ വിഷം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇതിനകം തകർന്നുപോയി. ഇനി എന്ത് നഷ്ടപ്പെടാനാണ്? ഇതിൽ നിന്ന് അല്പം, ഒരു രുചി മാത്രം, ഒരു അവസാന പരിഹാരം. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു അമ്മയാണ്, ഒരു കൊലപാതകിയോ? ഇല്ല, എനിക്കതിന് കഴിയില്ല. ദൈവിക നീതിയുടെ തീ അതെന്നെ പൂർണ്ണമായും ദഹിപ്പിക്കും. അവൻ ശപിക്കട്ടെ, അവൻ എടുത്തോട്ടെ. ഞാൻ എന്റെ ആത്മാവിനെ വിഷമിപ്പിക്കില്ല. ഞാൻ നാളത്തേക്കുള്ള പുതിയതുണ്ടാക്കും. വിനു, വെള്ളം, എന്തെങ്കിലും. ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. കിരൺ, വിശക്കുന്നുണ്ടോ? നിങ്ങൾ ശവക്കുഴി നേരത്തെ തുറന്നതുപോലെ തോന്നുന്നു. വിനു, ദയവായി സർ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിനു, ദയവായി സാർ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? കിരൺ, ഇതെടുത്തോളൂ, ഇത് ചൂടുള്ളതാണ്. വിനു, നന്ദി. കിരൺ, നന്ദി പറയണ്ട, കഴിക്കൂ. വിനു, എനിക്ക് ശക്തി തോന്നുന്നു. എനിക്ക് വീട്ടിലെത്താൻ കഴിയും. അമ്മ. ലത, വിനു, ഓഹ് എന്റെ മോനെ, നീ തിരിച്ചെത്തിയോ? വിനു, അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മണ്ടനായിരുന്നു. ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ ഇതാ, ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനെന്ന് തോന്നിയ ഒരാൾ എനിക്കിത് തന്നു. ഇത് ചൂടുണ്ടായിരുന്നു. ലത, ഭ്രാന്തനോ? അയാൾ എങ്ങനെ കാണാനുണ്ടായിരുന്നു? വിനു, അമ്മേ, മുടി അലങ്കോലമായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു സമൂസയുടെ ബാഗ് ഉണ്ടായിരുന്നു. ഇത് ചൂടുള്ളതാണെന്ന് അയാൾ പറഞ്ഞു. അതിപ്പോൾ ഉണ്ടാക്കിയതുപോലെ. ലത, ഇപ്പിപ്പോൾ ഉണ്ടാക്കിയ എന്റെ ബാച്ച് ഞാൻ മാറ്റിവെച്ചത്. വിനു, അമ്മേ, എന്താണ് പറ്റിയത്? ലത, ഒന്നുമില്ല എന്റെ മോനെ, ഒന്നും തെറ്റില്ല. ഇപ്പോൾ എനിക്കറിയാം, നീ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ ഇരുട്ടിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പോലും നന്മ എപ്പോഴും നിന്നിലേക്ക് തന്നെ തിരിച്ചെത്തും.